ഐസ് ഞങ്ങൾക്കിന്ന് കൂണ് കിട്ടി. കുറേ നാളായി കിട്ടിയിട്ട്. കഴിഞ്ഞ കൊല്ലമൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഈ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ പറമ്പിലായതാണ്. അവർക്ക് കൂണിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. അതുപോലെ അമ്മയ്ക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല പരിചയമുണ്ട്. അന്നേരം അമ്മേനെ വിളിച്ചു ചെന്നു. അവർക്ക് ഇങ്ങനെ ഇത് വെച്ച് കറിയാക്കാനൊന്നും ഇങ്ങനെ വൃത്തിയാക്കാനൊന്നും ആദ്യം അറിയാത്തത് കൊണ്ട് അമ്മയ്ക്ക് വിരിഞ്ഞേക്കൂട്ട് കുറച്ച് തന്നു വിട്ടു. മര്യാദയ്ക്ക് വിരിഞ്ഞില്ല, മൊട്ടാണ്. എന്നാലും വിരിഞ്ഞ 5-6 ഉണ്ടായിരുന്നു. അത് കൊടുത്തു വിട്ടു. ഇപ്പോൾ ഞങ്ങളതൊക്കെ ഒരുക്കി. ഇന്ന് രാത്രിത്തേക്കുള്ള കറിയായി. ഹാപ്പി. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഹായ് ഗായ്സ്, ഞങ്ങൾ ക്യാമറയുടെ ഒരു ചെറിയ മങ്ങലുണ്ട്. അത് ഫോണ് മാറിയതിൻ്റെയാണ്. ഇത് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറക്കലും പരിപാടിയൊക്കെയാണ്. കൂണ് കറിക്ക് വേണ്ടിയിട്ട് മീഡിയം മതി. മഞ്ഞൾ പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പെരിഞ്ചീരകം, കറുവപ്പട്ട, കറിവേപ്പില, ഇത്രയും തേങ്ങ. കൂണ് അവിടെ വെള്ളത്തിൽ കിടക്കുന്നു. കൂണിട്ടു. ഇങ്ങനെ മുളക് ഇട്ട് വേവിക്കുന്ന ഇഷ്ടം അരപ്പിടുന്നേക്കാളും ഈ ടേസ്റ്റ് കൂണിൻ്റെ സ്വന്തം ടേസ്റ്റ് കിട്ടും നമുക്ക്. അമ്മയ്ക്ക് കൂടുതലും ഈ തോരൻ വെക്കുക, മെഴുക്കുവരട്ടി, ആ വക സാധനങ്ങളിനോടാണ് താല്പര്യം. തേങ്ങ അരച്ച് വെക്കുന്നതൊക്കെ ഞങ്ങളുടെ താല്പര്യമാണ്. അരപ്പിടാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇട്ടു. 3-4 പ്രാവശ്യം തുറന്ന് ഇളക്കി. ചുമ്മാ ഒന്ന് വേവൊക്കെ നോക്കി. അരപ്പിട്ടു. ഒന്ന് ഇളക്കുക. എന്നിട്ട് ചൂടാകും. നേരത്തെ തിളപ്പിച്ച വെള്ളം കൂടെ കഴിച്ച് മിക്സി ഒന്ന് കഴുകി വയ്ക്കുക. ഇത് രസമല്ലേ കാണാൻ? ഇത് പാകമായി കഴിയുമ്പോൾ രാത്രിക്ക് ചോറ് വേണ്ടി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഞാൻ പറഞ്ഞില്ലേ രാത്രി ചോറ്, തക്കാളിക്കറി, കൂണ് കറി,